ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും അല്ലിക്കുട്ടനും കുറച്ച് താമസിച്ച എഴുന്നേറ്റത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കടുങ്കാപ്പി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, നിത്യ എന്ന് പറയുന്ന ഒരു മോള് പറഞ്ഞായിരുന്നു അല്ലിക്കുട്ടന്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണോന്ന്. എന്നാ പിന്നെ ഇന്ന് അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. നേരെ ഇത്രയായിട്ടും ഇവിടുത്തെ അച്ഛയും വലിച്ചയും ചേച്ചിമാരും ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഈ വീട്ടിൽ ഏറ്റവും ആദ്യം എഴുന്നേക്കുന്നത് ഞാനും എന്റെ അല്ലിക്കുട്ടനുമാ. ഞാൻ അല്ലിക്കുട്ടനോട് പറഞ്ഞു, എടാ നമുക്ക് ചേച്ചിമാരെ വിളിക്കുന്ന വീഡിയോ എടുക്കാന്ന്. പക്ഷെ അവന്റെ ചേച്ചിമാരെ വിളിക്കാനായിട്ട് കയറി പോയിട്ട് ചേച്ചിമാരുടെ കൂടെ കയറി കിടക്കുക. പിന്നെ ഞാൻ തന്നെ ചേച്ചിമാരെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച്. അച്ഛതെ ഒന്ന് എഴുന്നേറ്റിട്ട് കിടക്കുക, അച്ഛതെ ഫോണെ കളിച്ചോണ്ടിരിക്കുക. ഞാൻ എല്ലാത്തിനെയും വിളിച്ച് എഴുന്നേപ്പിച്ച്. പിന്നത്തെ എല്ലാരും എഴുന്നേറ്റ് വന്ന് അല്ലിക്കുട്ടന്റെ അടുത്ത് ഇരിപ്പുണ്ട്. അല്ലിക്കുട്ടനെ കളിപ്പിച്ചോണ്ടിരിക്കുകയൊക്കെ പാറു ചേച്ചി. കാത്തു ചേച്ചി ഇതേ കാപ്പിയും കൊണ്ട് വന്ന് അല്ലിക്കുട്ടന്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. ഇവർക്കെല്ലാം അല്ലിക്കുട്ടനുമായിട്ട് രാവിലെ കുറച്ചു നേരം കളിച്ചാലേ ഉള്ളൂ സമാധാനമാവുള്ളൂ. അല്ലിക്കുട്ടനാണ് അതിനെല്ലാം നിന്ന് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ചേച്ചിമാരെയും അച്ഛനും ഒക്കെ കളിപ്പിക്കുന്നതും കൊഞ്ചിക്കുന്നതും എല്ലാം അല്ലിക്കുട്ടന് ഭയങ്കര ഇഷ്ടാ. ദേ മൂന്നും കൂടെ അല്ലിക്കുട്ടനെ ഇട്ട് കാണിക്കുന്ന കാട്ടായം കണ്ടോ. അവന് പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ. ഇവരെല്ലാരും കൊഞ്ചിക്കുന്നതൊക്കെ അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യാ. ഇവരിങ്ങനെ അല്ലിക്കുട്ടനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനാ അച്ഛയുടെ ഒരു കൂട്ടുകാരൻ നമുക്ക് ഗേറ്റിന് അളവെടുക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞത് വരുന്നത്. പിന്നത്തെ ആ ചേട്ടൻ വന്ന് അളവെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ കുറച്ചു നേരം ആ ചേട്ടനത്തെ പേടിപ്പിക്കുക. അല്ലിക്കുട്ടനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ചേട്ടൻ വന്നത്. ഇപ്പൊ ഈ ഗേറ്റ് വെക്കേണ്ട ആവശ്യം എന്താന്ന് അവൻ ചോദിക്കുന്നത്. അച്ഛതെ ഗേറ്റ് വെക്കാനുള്ള എന്താ കാര്യം കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സിറ്റൗട്ടിലിരുന്ന് അല്ലിക്കുട്ടനുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാ എഴുന്നേറ്റ് പോയത്. അല്ലിക്കുട്ടനുമായിട്ട് ഇങ്ങനെ കളിച്ചിരുന്ന സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. സമയം ഇപ്പതേ ഒത്തിരി ആയിട്ടുണ്ട്. ഇനി എനിക്ക് അടുക്കള കുറെ പണിയൊക്കെ ഉണ്ട്. ഞാൻ ഇനി എഴുന്നേറ്റ് പോവുക. പിന്നത്തെ അല്ലിക്കുട്ടനും അച്ഛയും കൂടെയുള്ള പത്രപാരായണ. അല്ലിക്കുട്ടനാണ് അച്ഛനെ പത്രം വായിക്കാൻ സമ്മതിക്കുകയില്ല. അച്ഛൻ അവരെ മാറ്റി വീഴുന്ന അനുസരിച്ച് അവൻ പത്രത്തിലേക്ക് വന്ന് കയറിയിരിക്കുക. അച്ഛക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ചിരിയാ വരുന്നത്. ഞങ്ങളെ വല്ലതാണ് അച്ഛനെ ശല്യപ്പെടുത്തുന്നതെങ്കിൽ അച്ഛൻ ഇപ്പൊ ഞങ്ങളെ ചീത്ത പറഞ്ഞ് ഓടിച്ചേനെ. അവനത്തെ അച്ഛനെ പ്രോത്സാഹിപ്പിക്കുക തോന്നുന്നു. പിന്നെ അച്ഛക്കൊന്ന് പത്രം വായിക്കാൻ വേണ്ടി ചേച്ചി അവനെ കുറച്ചു നേരം മുറ്റത്തൂടെ കൊണ്ടു നടക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് അവന്റെ വായിക്കകത്ത് കല്ലെടുത്തിട്ട് ചേച്ചി അവന്റെ വായിക്കകത്തുനിന്ന് കല്ലെടുത്ത് കളയുക. ചേച്ചിക്കൊക്കെ ഇപ്പൊ ഇത് നല്ല എക്സ്പീരിയൻസ് ആയതൊക്കെ. പിന്നെ രാവിലെ അല്ലിക്കുട്ടന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും മത്തങ്ങയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വേവിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി മീനും കൂടെ ചേർത്ത് കൊടുത്താലേ ഉള്ളൂ അവൻ കഴിക്കുള്ളൂ. ഇതൊന്നും തന്നെ അവൻ കഴിക്കുകയല്ല ചോറുണ്ണാനായിട്ട്. അവന് മീനും ഇറച്ചിയൊന്നും ഇല്ലാതെ ഇപ്പൊ അവൻ കഴിക്കത്തേ ഇല്ല. നേരത്തെയൊക്കെ അവൻ മോരൊക്കെ ആണെങ്കിലും ഒക്കെ ഇച്ചിരിയൊക്കെ കൂട്ടുമായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട, മുട്ടയും വേണ്ട അവന്. അപ്പൊ ഇന്ന് ഇങ്ങനെ അവന് കൊടുക്കാന്ന് വിചാരിച്ചാ. ഞങ്ങൾക്ക് ഇന്ന് പുട്ടും പഴവാ. അപ്പം അതിനുള്ള തേങ്ങ കാത്തു വീർന്ന് ചിരണ്ടുവാ. അവധി ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാ അടുക്കളയിലൊക്കെ പണിയുന്നത്. അല്ലിക്കുട്ടനും ഉണ്ട് കേട്ടോ. അല്ലിക്കുട്ടനും ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട് എല്ലാ കാര്യത്തിനും. ഞങ്ങളുടെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് ദോശയാണ്. പിന്നെ ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഞങ്ങൾ കപ്പയൊക്കെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾക്കൊരു റോബസ്റ്റാക്കൊല പഴുത്ത ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി അത് തീരുന്നത് വരെ ഇനി ഞങ്ങൾ പുട്ട് തന്നെയായിരിക്കും. അല്ലിക്കുട്ടൻ വന്ന് നോക്കിയിരിപ്പുണ്ടെങ്കിലും അവനതൊന്നും വേണ്ട. ഞങ്ങൾ അവന് കൊടുത്തു നോക്കിയത്, പക്ഷെ അവൻ പഴമൊന്നും തിന്നുന്നില്ല. പിന്നെ കുറച്ച് പഴം അശ്വതിക്ക് കൊടുക്കാന്നോർത്ത് ഞാനാണെങ്കിൽ അശ്വതിന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ. അവനാണ് എന്നെ കൈ മുമ്പേ ചാടി ഇറങ്ങും. അവൻ അശ്വതിനെ ഭയങ്കര ഇഷ്ടാ. അവനിടയ്ക്ക് ഇവിടെ വന്ന് നോക്കും അശ്വതി അവിടെ നിപ്പുണ്ടോന്നൊക്കെ. എന്നിട്ട് അശ്വതി വന്നു കഴിയുമ്പോഴത്തേക്കിന് അവൻ അശ്വതിയുടെ കൈ കയറിയിരുന്ന് കരയുമൊക്കെ ചെയ്യും. സങ്കടപ്പെട്ടിങ്ങനെ അശ്വതിനെ നോക്കുകയൊക്കെ ചെയ്യും. ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരിക്കും. അശ്വതിക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അശ്വതി എപ്പോഴും അവനെ എടുക്കുകയോ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അവനും ഉമ്മ കൊടുക്കും അശ്വതി ചേച്ചിക്ക്. പിന്നെ വന്നിട്ട് അല്ലിക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ കുറെ നേരമൊക്കെ കഴിഞ്ഞാ കഴിച്ചത്. രാവിലത്തെ ഞങ്ങൾ ഞായറാഴ്ച ദിവസമൊക്കെ ഇച്ചിരി താമസിച്ചൊക്കെയാ കഴിക്കുന്നത്. അവൻ അച്ഛന്റെ അടുത്ത് ഇരിക്കുവായിരുന്നു. അല്ലിക്കുട്ട അമ്മാമ്മൻ തിന്നാൻ വാടാന്ന് വിളിച്ചതേ അവൻ ഓടി വന്നു കേട്ടോ. പിന്നെ അവനത് മുഴുവൻ കഴിച്ചു കേട്ടോ. ആദ്യം അവൻ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു. പിന്നെ അവൻ എന്തായാലും അത് മുഴുവൻ കഴിച്ചു തീർത്തു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കിനും അല്ലിക്കുട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും. അതെന്നും പതിവുള്ളതാ. അവൻ എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കിനും അവൻ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും. അപ്പൊ അവന് ഞാൻ ഇച്ചിരി പെഡിഗ്രി കൊടുത്തിട്ട് അവന് വേണ്ട. അവന്റെ അച്ഛന്റെ അടുത്തേക്ക് കയറുക. അച്ഛനെ അവൻ കഴിക്കാൻ സമ്മതിക്കുകയല്ല. പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയി ആ സൈഡിൽ ഒരു ജനലുണ്ട്, ആ ജനലിലോട്ട് അവനെ കെട്ടിയിടുക. അല്ലെങ്കിൽ പിന്നെ അവൻ അച്ഛനെ കഴിക്കാൻ സമ്മതിക്കുകയല്ല. പിന്നെ ഞങ്ങൾ പതിവ് പോലെ അച്ഛന്റെ വാചകടിയൊക്കെ കേട്ട് പിള്ളേരുമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ്. ഇനി അടുക്കള കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്തിട്ട് ഇനി അല്ലിക്കുട്ടനെ ഒന്ന് കുളിപ്പിക്കണം. കഴിച്ച പാത്രമൊക്കെ കാത്തു ചേച്ചി ഇതേ കഴുകി വെക്കുക. അവളാണെങ്കിൽ രാത്രിയിലും ഒക്കെ അങ്ങനെയാ. കഴിച്ച പാത്രം എല്ലാം കഴുകി വെച്ചേ കിടക്കുള്ളൂ. എനിക്ക് രാവിലെ ഏറ്റു വരുമ്പോഴത്തേക്കിന് അടുക്കള എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ പാറുവാണെങ്കിൽ പെരക്കൊക്കെ തൂത്ത് വാരുവോ തുടച്ചിടുവോ അങ്ങനത്തെ പണിയൊക്കെ അവളും ചെയ്യും. രണ്ടുപേരും എന്നെ നന്നായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ.
കാപ്പൂടി കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞോണ്ട് ഇറങ്ങിയതാ. അവിടെ അവരുടെ കയ്യാല ഇടിഞ്ഞു പോയി, അത് നന്നാക്കാനായിട്ട് പണിക്കാര് വരുന്നുണ്ട്, അതൊന്ന് നോക്കിയേച്ച് വരാന്നും പറഞ്ഞോണ്ട് അച്ഛൻ പോകാനായിട്ട് നിൽക്കുക. വെല്ലിച്ചൻ പോകുന്നോ നോക്കിയിട്ട് അല്ലിക്കുട്ടൻ സങ്കടപ്പെട്ട് നിൽക്കുക. ആര് പോയാലും അല്ലിക്കുട്ടന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലിക്കുട്ടന്റെ ഒരു സ്നേഹപ്രകടനവും കൂടെ ഉണ്ട്. ഞാനിവിടെ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിവിടെ സിറ്റ് ഔട്ടിലും ഹാളിലും ഒക്കെ വന്നിരുന്ന പച്ചക്കറിയൊക്കെ അരിയുന്നത്. ഇവിടെ ആകുമ്പോ ഇവരോടൊക്കെ വല്ല വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അരിയാലോ എന്നോർത്ത്. അടുക്കളക്കകത്താണ് ഞാൻ തന്നെ ഇരിക്കണ്ടേ. പിന്നെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടിനെ കുളിപ്പിച്ചേക്കാന്ന് വിചാരിച്ച്. ചേച്ചി അവന്റെ ബെൽറ്റ് ഒക്കെ അഴിച്ച് അവന്റെ മുടിയൊക്കെ ചീകി റെഡിയാക്കുക കുളിപ്പിക്കാൻ വേണ്ടി. വ്ളോഗർ അശ്വിനി യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു ഇവരെ എണ്ണയൊക്കെ വെച്ച് കുളിപ്പിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇന്ന് ശകല എണ്ണ വെച്ച് കുളിപ്പിക്കാന്ന് ഓർത്ത്. ഇവനെ ആദ്യം ആയതുകൊണ്ട് ഞങ്ങൾ ശകല എണ്ണയെ വെച്ചുള്ളൂ. എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ചേച്ചി അവന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനിങ്ങനെ സുഖിച്ചിരിക്കുക. കാത്തു ചേച്ചി അങ്ങോട്ട് മാറിയ സമയത്താ മസാജ് ചെയ്ത്. അത് കാരണം കാത്തു ചേച്ചി പിണങ്ങി നിൽക്കുക, അവൾക്ക് മസാജ് ചെയ്യാൻ പറ്റിയില്ലെന്നും പറഞ്ഞുകൊണ്ട്. അല്ലിക്കുട്ടിന് ഭയങ്കര ഇഷ്ടം അതേ കുളിപ്പിക്കുന്ന. അവന്റെ നിപ്പ് കണ്ടോ, അവൻ കാലൊക്കെ എടുത്ത് പൊക്കി തരും നമുക്ക് തേക്കാനായിട്ടൊക്കെ. അവൻ നല്ല മിടുക്കനായിട്ടല്ല നിൽക്കുന്നേന്ന് നോക്കി. കുളി കഴിഞ്ഞപ്പോൾ ഉള്ള അല്ലിക്കുട്ടന്റെ കോലം കണ്ടപ്പോഴത്തേക്കിന് കാത്തു ചേച്ചിയുടെ പിണക്കമെല്ലാം പോയി. അവള് ഭയങ്കരമായിട്ട് ചിരിക്കും, അവനെ കളിയാക്കും അവള്. കുളി കഴിയുന്നവരെ അല്ലിക്കുട്ടൻ മിടുക്കനായിട്ട് അവിടെ നിൽക്കും. പക്ഷെ കുളി കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കുകയല്ല, അവൻ എന്റെ എളിയിൽ കയറി ഇരിക്കണം. അവനെ തോർത്താനായിട്ട് ഞാൻ എടുത്തു പിടിച്ചോണ്ടാ തോർത്തുന്നത്. അവന് നിലത്ത് നിർത്തി അവനെ തോർത്താനായിട്ട് പറ്റിയല്ല. നല്ല രസം അവരെ ഇങ്ങനെ എടുത്തു പിടിച്ച് തോർത്താനായിട്ട്, കുഞ്ഞു പിള്ളേരെ തോർത്തുന്നത് പോലെയാ. 2 ടവലുണ്ട് അല്ലിക്കുട്ടന്. ഒന്ന് നനഞ്ഞു കഴിയുമ്പോ ഞങ്ങൾ അടുത്തത് കൊണ്ട് തോർത്തു. അവനെ അങ്ങനെ നന്നായിട്ട് വെള്ളം എല്ലാം പോകുന്നത് വരെ തോർത്തി കഴിയുമ്പോഴത്തേക്കിന് അവൻ നല്ല മിടുക്കൻ ചുണ്ടര കുട്ടപ്പനാവും. ഞാൻ എത്ര തോർത്തിയാലും അവളുമാർ ഇനി അകത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തോർത്തുള്ളതാ. ഇനി ഞാൻ അവന്റെ ടവലും ആ ലീഷും കൂടി ഒന്ന് കഴുകിയിടാന്ന് ഓർത്തു. അവൻ ഇച്ചിരി മുള്ളിയപ്പോഴത്തേക്കിന് ലീശയിലും കൂടെ ഇച്ചിരി പറ്റിയായിരുന്നു. എന്നാ അതൊന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. അവന്റെ തുണിയൊക്കെ ഞാൻ അവന്റെ ഷാമ്പൂ തന്നെ ഉപയോഗിച്ചാ കഴുകുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സോപ്പും ഒക്കെ ഉപയോഗിച്ചെന്ന അവന് അലർജി ഉണ്ടാകുമെന്ന് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ തുണിയെല്ലാം അവന്റെ ഷാമ്പൂ തന്നെ ഉപയോഗിച്ചിട്ടാ കഴുകുന്നത്. അവന്റെ തുണിയെല്ലാം കഴുകി വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി ഞങ്ങളും പോയൊന്ന് കുളിക്കണം. അവനെ കുളിപ്പിച്ചപ്പോ ഞങ്ങളും മുഴുവൻ നനഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നതേ. അല്ലിക്കുട്ടൻ എന്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. ഞാനെന്നാ പപ്പടവും കൂടെ കാച്ചി പിള്ളേർക്കൊക്കെ ചോറ് കൊടുക്കാന്ന് വിചാരിച്ചാ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാ പപ്പടമൊക്കെ കാച്ചി എടുക്കുന്നത്. പിന്നത്തെ സാമ്പാറും കൊഴുവ പീര വെച്ചതുമാ കറി. അല്ലിക്കുട്ടിന് പിന്നെ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് എടുത്ത കഷ്ണത്തിൽ നിന്ന് കുറച്ചെടുത്ത് വേവിച്ചതും പിന്നെ കുറച്ച് മീനും കൂടെ ചേർത്താ അവന് ചോറ് കൊടുക്കുന്നത്. ഞാൻ ചോറ് എടുത്തോണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ എന്റെ മുഖത്തോട്ട് നോക്കി ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഞാൻ അവന്റെ പാത്രത്തിലേക്ക് ഇടാനായിട്ട് ഇളക്കിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ അവന്റെ പാത്രത്തിലോട്ടൊക്കെ അവൻ നോക്കുന്നുണ്ട്, അമ്മ എന്നാ ചോറിടാൻ താമസിക്കുന്നേന്ന്. ഞാൻ അവന് നന്നായിട്ട് ഇളക്കിയാ കൊടുക്കുന്നത്. മീനും ആ കഷ്ണവും ഒക്കെ ആ ചോറിലോട്ട് പിടിച്ചോട്ടെന്നോർത്ത്. അല്ലെങ്കിൽ അവൻ ചോറ് അവിടെ വെച്ചേച്ച് മീനൊക്കെ മാത്രം കഴിച്ചേച്ച് പോകും. ഇനിത്തെ അവൻ എന്നെ നോക്കിയിരിക്കുന്ന കണ്ടോ ചോറ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. ഞാൻ അവനെ കൊഞ്ചിച്ചൊക്കെയാ ചോറ് കൊടുക്കുന്നത്. അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എപ്പോഴും എന്റെ മുഖത്തോട്ട് നോക്കും, ഞാൻ എന്നെ ഈ പറയുന്നതെന്ന് ഓർത്ത്. അങ്ങനെ അല്ലിക്കുട്ടൻ മിടുക്കനായിട്ട് അമ്മാമ്മ ഒക്കെ കഴിക്കുക. ഇവന് കൊടുത്തിട്ട് വേണം ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ. അച്ഛൻ ചേച്ചിയുടെ അങ്ങ് പോയിട്ട് വന്നിട്ടില്ല. അച്ഛൻ ഇനി വൈകുന്നേരേ വരുള്ളൂ. അല്ലിക്കുട്ടൻ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കിന് അവനിങ്ങനെ നോക്കിയിരിക്കും. അവനിങ്ങനെ നോക്കിയിരിക്കുന്ന ചേച്ചിമാർക്ക് ഭയങ്കര സങ്കടാ. അതുകൊണ്ട് ചേച്ചിമാർ എന്നാ ചെയ്യുന്ന വെച്ചെന്നാ അവരിപ്പം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് അവർ ഒരു കഷ്ണം മീൻ ഇവന് കൊടുക്കും. ഇപ്പൊ ഇവനറിയാം അത്. ഇവര് കഴിച്ചു കഴിയാൻ വേണ്ടി ഇവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പൊ അച്ഛനും ഉണ്ട് കേട്ടോ ആ സ്വഭാവം. അച്ഛനും ചേച്ചിമാരുമാ കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും കൊടുത്ത് ശീലിപ്പിക്കുന്നില്ല. ഞാൻ പറയൂടി അങ്ങനെയൊന്നും കൊടുക്കണ്ടെന്ന്. പക്ഷെ അവളുമാര് സമ്മതിക്കുകയല്ല. അവളുമാര് കഴിച്ചു കഴിയുമ്പോഴേ ഇപ്പൊ അവൻ അവളുമാരുടെ പുറകെ ഓടും. ഇത് കണ്ടോ, അവളുമാര് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവളുമാരുടെ പുറകെ അവൻ വന്നിരിക്കുക. പാറു ചേച്ചി കൊടുക്കുക അവന്. ഇനി കാത്തു ചേച്ചി ആണെങ്കിൽ അവന് കൊടുക്കാനുള്ളത് എടുത്തോണ്ടിരിക്കുക. അത് നോക്കിയത്തെ അവൻ നിൽക്കുക. ഇപ്പൊ എടുത്തു കഴിയുമെന്ന് അവനറിയാം. അച്ഛൻ ഇങ്ങനെ എത്തിയില്ലല്ലോ എന്ന് ഓർത്താ അച്ഛനെ വിളിക്കാനായിട്ട് പോയിരിക്കുക. അച്ഛൻ വന്നു കഴിയുമ്പോ അച്ഛൻ കൊടുക്കുമെന്ന് അവനറിയാം. കണ്ടോ, ഇങ്ങനെ ഇവരുടെ പുറകെ ഇവൻ നടക്കും. ഇവര് കഴിച്ചു കഴിയുമ്പോ അതുവരെ ഒരു ശല്യവും ഇല്ല. അവനവിടെ മര്യാദക്ക് ഇരുന്നോളും. കഴിച്ചു കഴിഞ്ഞെന്നാ ഇവര് കൊടുക്കുന്നവരെ ഇവൻ ഇങ്ങനെ പുറകെ നടക്കും. പിന്നെ അച്ഛക്കും ചേച്ചിമാർക്കും ഒക്കെ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അല്ലിക്കുട്ടന് ആഹാരം കൊടുക്കാനായിട്ട് ഇവിടെ കിടന്ന മത്സരം എല്ലാരും കൂടെ. വെല്ലിച്ചനാണെങ്കിൽ അവന് എന്നാക്കിയാ കൊടുക്കണ്ടേ കൊടുക്കണ്ടാത്തത് എന്നാക്കിയെന്ന് ഒന്നും അറിയത്തില്ല. വെല്ലിച്ചൻ കടയിൽ പോയിട്ട് വരുമ്പോ അവന് മുട്ടായി, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാ കൊണ്ടുവരുന്നത്.
അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലുകുട്ടനും കാത്തു ചേച്ചിയും കൂടി ഇരുന്ന് കളിക്കുവാ. അല്ലുകുട്ടൻ ഇഷ്ടമില്ലാത്തൊരു ബോളാ, അവന് പേടിയാ. അത് ലൈറ്റൊക്കെ തെളിയുന്നോണ്ട് അവനത് ഭയങ്കര പേടിയാ. ഇപ്പത്തെ കാത്തു ചേച്ചി എടുത്തപ്പോ അവനത് വേണം. അവളോട് കിടന്ന് വഴക്കുണ്ടാക്കുക അത് കൊടുക്കാൻ പറഞ്ഞോണ്ട്. അല്ലുകുട്ടന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്നാ ഇന്നെങ്ങും തീരുകയല്ല പറഞ്ഞെന്നാ. ഞാനിനി ഇത് ഇവിടെ നിർത്തുവാ. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ 10 മിനിറ്റോളം ആയി. നിങ്ങളെല്ലാം ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് നിങ്ങൾക്കും മടുപ്പ് തോന്നും. അതുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുക. ഇനി പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. വൈകിട്ട് വരെയുള്ള വീഡിയോ ഇടണമെന്നാ ഓർത്തിരുന്നത്. പക്ഷെ ഇപ്പൊ എത്രയായപ്പോ തന്നെ 10 മിനിറ്റ് ആയില്ലേ. ഇനിയിപ്പോ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താ കേട്ടോ. ഇനി പിന്നീട് ഇടാൻ ബാക്കി.